നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരിഗോവിന്ദ്, ചീഫ് യൂറോളജിസ്റ്റ്, HNK യൂറോളജി സെൻറ്റർ, മയാട്ട്, കോഴിക്കോട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. മിക്കവാറും സ്ത്രീകൾ അവരുടെ മൂത്രാശയ പ്രശ്നങ്ങളായിട്ടുള്ള മൂത്രം ലീക്ക് ചെയ്യുക, എന്തെങ്കിലും താഴ്ന്നു വരിക, അല്ലെങ്കിൽ മൂത്രം അറിയാതെ പോവുക, കൂടെ മൂത്രമൊഴിക്കുക, ബാത്റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോവുക എന്നീ സിംറ്റംസ് ഒളിപ്പിച്ചു വയ്ക്കുകയാണ് പതിവ്. അത് പറയാനൊരു മടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അത് പോയി ഡോക്ടറെ പോയി കാണണം. രണ്ട്, അതിൻ്റെ ചികിത്സ ഉണ്ടോ എന്ന് അവർക്കറിയില്ല. മൂന്ന്, കുടുംബത്തിലുള്ളവർ അതിനെ ഗൗരവമായി എടുക്കില്ല. കുടുംബത്തിലുള്ളവർ അത് ഗൗരവമായി എടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണം സ്ത്രീകൾ ചെറുപ്പകാലം തൊട്ടേ പാഡ് ഉപയോഗിക്കുന്നവരാണ്. ആ പാഡ് ഉപയോഗിച്ച് തന്നെ മൂത്രത്തെയും തടഞ്ഞു നിർത്താം എന്നുള്ള ഒരു എളുപ്പവഴി സ്ത്രീകൾ അതിലേക്ക് അവലംബിക്കുന്നത് കാരണം നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും അതിനെ അങ്ങനെയാണ് തരണം ചെയ്യാറ്. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പരിഹാരമുണ്ടാക്കാവുന്ന ചികിത്സാ രീതികളുണ്ട്. ആ ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഈ ചികിത്സാ രീതികളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ചൊരു ബേസിക്കായിട്ടുള്ള കുറച്ച് സയൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും 2 കിഡ്നിയാണ് ഉള്ളത്. ഈ 2 കിഡ്നിയിൽ നിന്ന് ഓരോ ട്യൂബുകൾ ബ്ലാഡർ എന്നുള്ള അവയവത്തിലേക്ക് പോകുന്നു. ഈ ബ്ലാഡറിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 കിഡ്നിയിൽ നിന്ന് വരുന്ന മൂത്രത്തെ ശേഖരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ശേഖരിച്ചു വയ്ക്കുന്ന മൂത്രസഞ്ചിക്ക് ഒരു 200 മുതൽ 250 വരെ ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അതിൽ കൂടുകയാണെങ്കിൽ ഈ മൂത്രസഞ്ചിയിൽ നിന്ന് കുറച്ച് സിഗ്നൽ നട്ടെല്ല് വഴി ബ്രെയിനിലേക്ക് പോകുന്നു. ബ്രെയിൻ അനുവദിക്കുകയാണെങ്കിൽ, അതായത് ശരി, നിങ്ങൾ മൂത്രം ഒഴിച്ചോളൂ എന്ന് ബ്രെയിൻ അനുവദിക്കുകയാണെങ്കിൽ ഒരു സിഗ്നൽ വന്ന് ഈ ചുവന്ന ലൈൻ വരച്ച മാതിരി ബ്ലാഡറിൻ്റെ പ്രഷർ കൂട്ടുന്നു. ബ്ലാഡറിൻ്റെ പ്രഷർ കൂട്ടുന്നതോടുകൂടി ബ്ലാഡർ നെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാവൽക്കാരനുണ്ട്. ഇത് മൂത്രം ലീക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു കാവൽക്കാരനാണ്. 2 സ്ഫിങ്ക്റ്റർ അല്ലെങ്കിൽ സ്ഫിങ്ക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മസിൽസ് ഉണ്ട്. 2 കാവൽക്കാരാണ് മൂത്രം ലീക്ക് ചെയ്യാതിരിക്കാനുള്ളത്. ഒന്നാമത്തെ കാവൽക്കാരൻ ബ്ലാഡർ നെക്ക്, രണ്ടാമത്തെ കാവൽക്കാരൻ ഈ പെൽവിക് മസിൽസ്. ഈ 2 കാവൽക്കാരും ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മൂത്രം ഒഴിക്കാൻ സാധിക്കുന്നു. ഇതാണ് സാധാരണഗതിയിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മൂത്രത്തിൻ്റെ ഒഴിക്കുന്ന അവസ്ഥ. എന്നാൽ ചില രോഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? ഉദാഹരണമായിട്ട് ഞാൻ ഒന്നാമത്തെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മസിൽ, അതായത് രണ്ടാമത്തെ മസിൽ പ്രസവശേഷം വീക്കാവുന്നു. അതായത് പെൽവിക് മസിൽസ് വീക്കാവുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ചെറിയ പ്രഷർ വരുമ്പോൾ തന്നെ, നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചിരിക്കുമ്പോഴോ നടക്കുമ്പോഴോ വെയിറ്റ് എടുക്കുമ്പോഴോ എന്തെങ്കിലും ഇതെടുക്കുമ്പോൾ തന്നെ ഈ ഒറ്റ കാവൽക്കാരന്, അതായത് ബ്ലാഡർ നെക്ക് എന്ന കാവൽക്കാരന് ഈ മൂത്രത്തിൻ്റെ പ്രഷറിനെ താങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അത് ഒറ്റി പോകുന്നു. ആ മൂത്രം ഒറ്റി പോകുന്നതിനാണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്, SUI എന്ന് പറയുന്നത്. ഈ SUI അതല്ലെങ്കിൽ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഒരു സ്ട്രെസ്സ് വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. കാരണം ബ്ലാഡറിൻ്റെ പ്രഷർ കൂടുന്നു, ഈ കാവൽക്കാരൻ വീക്കാവുന്നു, ഈ കാവൽക്കാരന് അത് സംരക്ഷിക്കാൻ പറ്റുന്നില്ല, മൂത്രം ലീക്കാവുന്നു. ഇതാണ് ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, ഈ ബ്ലാഡറിനകത്തുള്ള ഇലക്ട്രിസിറ്റി പൊട്ടൻഷ്യൽ ചെറിയ 100 ml 50 ml ആകുമ്പോൾ തന്നെ കൺട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന് പേര് ഓവർ ആക്റ്റീവ് ബ്ലാഡർ, OAB. ഇത് വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. മൂത്രം അർജൻറ്റായി ഓടിപ്പോയി ബാത്റൂമിലേക്ക് പോയി മൂത്രം ഒഴിക്കേണ്ട അവസ്ഥ വരുന്നു. ഈ ബ്ലാഡറിൻ്റെ പ്രഷർ ഈ 2 കാവൽക്കാരെയും മറികടന്നുകൊണ്ട് ലീക്ക് ചെയ്യുന്നു. ഇത് 2 ആണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള മൂത്രം ലീക്ക് ചെയ്യുന്നതിൻ്റെ. മറ്റ് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞരമ്പുകളുടെ അസുഖങ്ങൾ, ഈ ബ്ലാഡർ നെക്കിൽ ഈ ഒന്നാമത്തെ കാവൽക്കാരൻ വീക്കാവുന്ന ഞരമ്പുകളുടെ അസുഖം, ഷുഗർ പേഷ്യൻസ്, തടി കൂടിയുള്ള ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുണ്ട്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ചികിത്സാ രീതികളെക്കുറിച്ചും ഇതിൻ്റെ ടെസ്റ്റുകളെക്കുറിച്ചും കൂടി നമുക്ക് നോക്കാം.
എന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇതിനകത്ത് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ യൂറോഡൈനാമിക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ബ്ലാഡർ പ്രഷറിൻ്റെ സ്റ്റഡി ചെയ്യുന്ന ടെസ്റ്റും, രണ്ടാമത്തേത് അതായത് എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ഗ്രേഡിൽ യൂറിൻ ലീക്ക് ചെയ്യുന്നു എന്നുള്ള 2 ടെസ്റ്റുകളാണ്. വളരെ നിസ്സാരമായിട്ടുള്ള ടെസ്റ്റുകളാണ്. 2 ടെസ്റ്റുകളും ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സാ രീതികളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അസുഖമായിട്ടുള്ള സ്ട്രെസ് യൂറിനറി, അതായത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഉണ്ടാകുന്ന ലീക്കിന് എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചികിത്സാ രീതി മിക്കവാറും എല്ലാവരും പാഡ് ഉപയോഗിക്കും. ചെറിയ രീതിയിൽ പാഡ് ഉപയോഗിച്ച് അതിനെ സംരക്ഷിക്കും. ചിലർ വജൈനൽ കോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയ പ്ലാസ്റ്റിക് സാധനം വജൈനകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച് ഈ ലീക്കിനെ തടയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം ടെമ്പററിയാണ്. ഇപ്പോൾ അടുത്തിറങ്ങിയിരിക്കുന്ന ഒരു ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഈ ബ്ലാഡർ നെക്ക് ഏരിയയിലേക്ക് ഇവിടേക്ക് നമ്മൾ ചില മെറ്റീരിയൽസ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അത് ഒരു 5 മിനിറ്റിൻ്റെ പ്രൊസീജിയറാണ്. ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഈ വരുന്ന വഴി വളരെ ചെറുതായി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? പ്രഷർ വരുന്ന സമയത്ത് വളരെ ചെറുതായ രീതിയിൽ കൂടി ലീക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായി വരുന്നു. ഇതാണ് യൂറിത്രൽ ബൾക്കിംഗ് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞത്. ഇതോടൊപ്പം തന്നെ നമുക്കൊരു പ്ലാസ്മ തെറാപ്പി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. രോഗിയുടെ തന്നെ രക്തം നമ്മൾ എടുക്കുകയും അതായത് റെഡ് ബ്ലഡ് സെൽസ് എല്ലാം സെൻട്രിഫ്യൂജ് ചെയ്ത് കളഞ്ഞ് പ്ലാസ്മ ട്രീറ്റ്മെൻറ്റ് വജൈനയിലും ഇവിടെയും ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള പ്രസവശേഷം ഉണ്ടാകുന്ന വീക്ക്നെസ്സിനെ ഒരുവിധം പരിമിതികളെ ആ വീക്ക്നെസ്സിനെ നമുക്ക് കവറപ്പ് ചെയ്യാൻ സാധിക്കുന്നു. കുറച്ച് ഗ്രോത്ത് ഉണ്ടാകുന്നു. അതായത് ആ പ്രസവശേഷം ഉണ്ടാകുന്ന ഈ മസിൽസിൻ്റെ ഡാമേജിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ 2 ചികിത്സയുടെ ഒപ്പം തന്നെ കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിസിയോതെറാപ്പി, അത് ഏത് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയാലും പെൽവിക് മസിൽ എക്സസൈസ്, പെൽവിക് ഫ്ലോർ മസിൽസിൻ്റെ എക്സസൈസും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഈ 2ലും ഒരു ഗ്രേഡ് 1 to 2 എന്നുള്ള അസുഖങ്ങൾക്കെയാണ് ഫലിക്കാറുള്ളൂ. എന്നാൽ ഗ്രേഡ് 3 ആയിട്ടുള്ള, അതായത് ഇതൊന്നും ഫലിക്കാത്തവർക്ക് എന്താണ് ചികിത്സ? അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചികിത്സയാണ്. അതും ഏകദേശം ഒരു ദിവസം ഹോസ്പിറ്റലിൽ നമുക്ക് കിടന്നാൽ മതി. ഇതാണ് ഇപ്പോൾ നമ്മുടെ മൂത്രമൊഴിക്കുന്ന ദ്വാരം എന്ന് വിചാരിക്കുക. ഈ ദ്വാരത്തിൻ്റെ അടിയിലേക്ക് ഇതുപോലെ ഇതിനെ ഉയർത്തുക. ഒരു ചെറിയൊരു ഇംപ്ലാന്റാണ് അത് വരുന്നത്. ഇതിൻ്റെ ടേപ്പ് ട്രീറ്റ്മെൻറ്റ് എന്നാണെന്ന് പറയുന്നത്. ഈ ടേപ്പ് ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് ഇത് നോക്കൂ, ഉയർത്തുന്നത് നോക്കൂ. ഇങ്ങനെ ഉയർത്തുന്ന ഒരു 15 മിനിറ്റ് പ്രൊസീജിയറാണത്. അത് രോഗിയെ അനസ്തീഷ്യയിൽ കിടത്തി 2 സൈഡിലൂടെയും നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് കാലിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ടേപ്പ് വെച്ച് കൊടുക്കുന്നു. ഇതാണ് ടേപ്പ് ട്രീറ്റ്മെൻറ്റ്. ഇതൊരു 15 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതോടൊപ്പം തന്നെ ഇതുകൊണ്ട് രോഗിക്ക് പെർമനൻ്റായിട്ട്, അത് ഏത് ഗ്രേഡായാൽ പോലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിലീഫും കിട്ടുന്നു. ഇതാണ് ടേപ്പ് ട്രീറ്റ്മെൻറ്റ്. ഈ 2 ട്രീറ്റ്മെൻറ്റ്, ഈ ട്രീറ്റ്മെൻറ്റിൽ വിജയിക്കാത്ത കേസുകൾ വളരെ 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 വിരളമാണ്. കാരണം ഈ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു അഡീഷണൽ ടേപ്പാണ്. പല്ലിലൊക്കെ നമ്മൾ ക്ലിപ്പിടുന്ന മാതിരി ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതാണ് ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്ത് സംസാരിക്കാം? ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് എന്ത് ചികിത്സയാണ് നമുക്കുള്ളതെന്ന് നോക്കാം. ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് ആദ്യമായിട്ട് നമുക്ക് ബ്ലാഡർ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മരുന്ന്, ബ്ലാഡറിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കുറച്ച് മരുന്നുകൾ തരുന്നു. ഈ മരുന്നുകൾ എപ്പോഴും വിജയിച്ചോളണമെന്നില്ല. മാത്രമല്ല ഈ മരുന്നുകൾക്ക് ഒരുപാട് സൈഡ് ഇഫക്റ്റുകളുണ്ട്. അതായത് കോൺസ്റ്റിപ്പേഷൻ വരിക, അല്ലെങ്കിൽ ഡ്രൈനെസ് ഓഫ് മൗത്ത് വരിക, അങ്ങനെ ഒരുപാട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ മരുന്ന് കൊണ്ട് പോകാത്ത രോഗികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാഡറിനകത്തേക്ക് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ, അതായത് 200 യൂണിറ്റ് ബോട്ടോക്സ് ബ്ലാഡറിനകത്തേക്ക്, അതൊരു 2 മിനിറ്റ് പ്രൊസീജിയറാണ്. മൂത്രനാളത്തിനുള്ളിലൂടെ ഒരു ഇഞ്ചക്റ്റബിൾ സിറിഞ്ച് വെച്ചിട്ട് OP പ്രൊസീജിയറാണ്. ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 11 മാസം നമുക്ക് മരുന്നില്ലാതെ തന്നെ ബോട്ടോക്സ് കൊണ്ട് ഈ ബ്ലാഡറിൻ്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ വീണ്ടും പ്ലാസ്മ തെറാപ്പിയും ഒരു പരിധി വരെ ഈ ഇങ്ങനെയുള്ള ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷന് ചില രോഗികൾക്ക് ഇത് രണ്ടും കൂടി കോമ്പിനേഷനായിട്ട് കാണാറുണ്ട്. അതായത് ഓവർ ആക്റ്റീവ് ബ്ലാഡറും
സ്ട്രെസ്സിന് കാണും. ഇത് രണ്ട് കോമ്പിനേഷനായി വന്ന രോഗികൾക്ക് എപ്പോഴും പരാതി, സാറേ ഞാനിത് ചെയ്തു പക്ഷേ എനിക്ക് ഒട്ടും ആശ്വാസം കിട്ടിയില്ല. അപ്പോൾ അതിന് കാരണം ഈ കോമ്പണൻറ്റ് ട്രീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ രണ്ട് കോമ്പണൻറ്റിൻ്റെയും കൂടെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ രോഗിക്ക് ഒരു പാഡ് ഫ്രീ ലൈഫ്, അതായത് സോഷ്യൽ ലൈഫ് കിട്ടുകയുള്ളൂ. സോഷ്യൽ ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല വിദ്യാഭ്യാസപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെയും സോഷ്യൽ ഫങ്ഷനിലേക്ക് ഒന്നും പങ്കെടുക്കാൻ സാധിക്കാതെയും ഡിപ്രഷൻ എന്നുള്ള ഒരു രോഗത്തിന് അടിമയായിട്ട് ഒരുപാട് തവണ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഡിപ്രഷൻ വരാനുള്ള കാരണം ഈ സമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള മടിയും ജോലി ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥയും, നനവ് കാരണം ഈ മൂത്രമൊഴിക്കുന്ന ഭാഗങ്ങൾ വരുന്ന ഫംഗസ് ഇൻഫെക്ഷൻ കാരണം, യൂറിൻ്റെ ആസിഡിറ്റി കാരണം അവിടുത്തെ തൊലി പോവുക, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ് പോകേണ്ട രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈസ്ട്രജൻ ഹോർമോൺ എന്ന് പറഞ്ഞ സ്ത്രീ ഹോർമോൺ കൂടുതൽ കാണുന്നത് മെൻസസ് നിൽക്കുന്നതിന് ശേഷമാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ മൂത്രത്തിൻ്റെ ഒഴിക്കുന്ന ഹോളിൽ നമ്മൾ പകുതിയായിട്ട് ചുരുങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മൂത്രം വളരെ നേരിയതായിട്ടേ പോകുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ബ്ലാഡറിൻ്റെ പ്രഷർ കൂടി വരും. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു ചികിത്സാ രീതിയാണ് ഇതിൻ്റെ പേര് ഓട്ടിസ് യൂറിത്രോട്ടമി എന്നാണ്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് വികസിപ്പിക്കുന്നു. നിങ്ങൾക്ക് കാണാം, വികസിപ്പിക്കുന്നത് കാണാം. ഇപ്പോൾ ഇത്രയും വലുപ്പമായി യൂറിനറി ഹോള്. അതോടുകൂടി ഇത് ഒരു 1-2 കൊല്ലമൊക്കെ സുഖമായിട്ട് രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, അതിനുശേഷം ഈസ്ട്രജൻ ക്രീമും പുരട്ടിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇതോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട വേറൊരു അസുഖം കൂടിയുണ്ട്. മൂത്രസഞ്ചി ഒന്നിച്ച് താണ് വന്നിട്ട് യൂട്രസ് മാതിരി താണ് വരുന്ന അസുഖം. അതിനെന്താണ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂത്രസഞ്ചിയെ ഇങ്ങോട്ടേക്ക് താണ് വരുന്നതിനെ ഇങ്ങനെ പൊക്കി വെച്ച് അവിടെയുള്ള ടിഷ്യൂ തന്നെ വെച്ചിട്ട് തുന്നുന്നു. ചില കേസിൽ അങ്ങനെ തുന്നാൻ സാധിക്കാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഈ ഹെർണിയക്ക് വയ്ക്കുന്ന മെഷ് മാതിരി ഒരു മെഷുണ്ട്. ആ മെഷ് വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാഡറിനെ മുകളിലേക്ക് ഉയർത്തി വയ്ക്കുകയും അതിനെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ പറഞ്ഞു പോകേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ യൂട്രസും ബ്ലാഡറും എല്ലാം കൂടി പുറത്തേക്ക് നിൽക്കുന്ന രോഗികൾക്ക് കീഹോൾ അല്ലെങ്കിൽ റോബോട്ടിക് വഴി ബ്ലാഡറിനെയും യൂട്രസിനെയും എല്ലാം മുകളിലേക്കായിട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയുണ്ട്. ഇങ്ങനെ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫീമെയിൽ യൂറോളജിയിലെ പ്രധാനപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങളാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞു പോകേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുന്ന രോഗികളുടെ കാര്യം. യൂറിനറി ഇൻഫെക്ഷൻ എല്ലാവർക്കും അറിയാം, പ്രമേഹ രോഗികൾക്ക് വളരെ കൂടുതലാണ്. എത്ര കൾച്ചർ ചെയ്താലും, എത്ര ആൻറ്റിബയോട്ടിക് കഴിച്ചാലും, എത്ര ഇതായി കഴിഞ്ഞാലും മാറാത്ത നിരവധി വിഭാഗങ്ങളുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കി പരിഹരിക്കുകയും അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള പ്ലാസ്മ തെറാപ്പിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഒരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാ യൂറിനറി ഇൻഫെക്ഷനും ഒട്ടുമില്ലാതെ ഡോക്ടർക്ക് കൺട്രോൾ ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ചില ആൾക്കാർക്ക് ശരീരത്തിൻ്റെ ഈ ഡിഫറൻ്റ് ആയിട്ടുള്ള ഹോർമോൺസും ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്ലാഡറിൻ്റെ ലെയറിൻ്റെ ശക്തി കുറവും കാരണം ഇത് വളരെ പ്രയാസമേറിയായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഞാൻ ജസ്റ്റ് ചുരുങ്ങിയ സമയത്തിനകത്ത് ഒരുവിധം സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾക്കനുസരിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട്, കൂടുതൽ വിവരങ്ങൾ തന്നുകൊണ്ടും കൂടുതൽ വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം.